എൻ്റെ പേര് ബിനോ എന്നാണ്. ഞാൻ കോട്ടയം ജില്ല പാലായിൽ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഇതെൻ്റെ ഭാര്യയാണ്. ഞാൻ ഈ കൃപാസനത്തിൽ 2024 വന്ന് ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്ത് 3 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വിവാഹം എല്ലാം ശരിയായി. നേരത്തെ 24ാമത്തെ വയസ്സിൽ വിവാഹം ആലോചന തുടങ്ങിയതാണ്. പല ആലോചന വന്നിട്ട് ഒന്നും ശരിയായില്ല. എന്നാൽ പിന്നെ ഈ വിവാഹ ജീവിതം വേണ്ട എന്ന് വെച്ച് ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 54ാമത്തെ വയസ്സിലാണ് ഈ വിവാഹം നടക്കുന്നത്. പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ മദ്യത്തോടും പുകവലിയോടും എല്ലാം ഭയങ്കര ആസക്തിയിൽ അടിമപ്പെട്ട് ജീവിക്കുകയാണ്. മദ്യത്തിൽ ഞാൻ പല ചികിത്സയ്ക്കും പല ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട്. അത് വീട്ടുകാർ ആണ് കൊണ്ട് ചികിത്സയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. മദ്യപാനം ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് നേരത്തെ. അപ്പോൾ മദ്യപാനം മൂലം വീടുകളിൽ പല പ്രശ്നങ്ങളും എല്ലാ വിഷയങ്ങളും ഉണ്ടായിരുന്നു. സഹോദരങ്ങളായിട്ട് പിണക്കങ്ങളും വഴക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പല വിഷയങ്ങളായി ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഒരു മേൽഗതിയിലായിട്ട് ഒരു ജീവിതമായിരുന്നു 10-30 വർഷക്കാലം. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എല്ലാ കാര്യങ്ങൾക്കും അമ്മ നല്ലൊരു ജീവിതമാർഗം ഉണ്ടാക്കി തന്നു. സഹോദരങ്ങളുമായിട്ട് പിണക്കത്തിലായിരുന്നു. പിണക്കങ്ങളെല്ലാം രമ്യതയിലായി. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ കുടുംബത്തിൽ ഓരോരോ വിഷയങ്ങളായിട്ട് വസ്തു സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും പല വിഷയങ്ങളായിട്ട് സഹോദരങ്ങളായിട്ടും ഒത്തിരി പിണക്കങ്ങളും എല്ലാവർക്കും മുതലിനോടും എല്ലാം താല്പര്യം. അതുകൊണ്ട് വീട്ടുകാർക്ക് പോലും ഒരു വിവാഹത്തിന് ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് 24 ഉടമ്പടിയൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞ് ഇത് എൻ്റെ പേരപ്പൻ്റെ മകൻ്റെ ഭാര്യയായിരുന്നു. മകൻ മരിച്ചുപോയി കഴിഞ്ഞ് പുള്ളിക്കാരൻ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നപ്പോൾ ഞാനായിരുന്നു ട്രീറ്റ്മെൻറ്റ് ഒക്കെ പോയപ്പോൾ ആശുപത്രിയിൽ പോയി ചികിത്സ കാര്യങ്ങളായിട്ട് നിന്നുകൊണ്ടിരുന്നത്. അന്നേരം പുള്ളിക്കാരത്തി എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയായിട്ട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ വിവാഹത്തെ പറ്റി ആലോചിച്ചു. പുള്ളിക്കാരത്തി പറഞ്ഞു ആലോചിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടുകാർക്കൊന്നും സമ്മതമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിനോട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നീ ഇങ്ങനെ നടന്നപ്പോൾ ഒരു വിവാഹ ജീവിതം വേണോടാന്ന് പറഞ്ഞ് അങ്ങനെ അവർ എല്ലാം കൂടെ ആലോചിച്ച് പാലാ ബിഷപ്പിൻ്റെ പ്രത്യേക ഓർഡർ പ്രകാരമാണ് ഞാൻ ഈ വിവാഹം നടത്തുന്നത്. വീട്ടുകാർക്കൊന്നും എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ വിവാഹത്തോട്. എന്നുവെച്ചാൽ എല്ലാവർക്കും മുതലും ആണല്ലോ. പക്ഷേ അപ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ നിൽക്കുകയാണെങ്കിൽ ബാക്കി സഹോദരങ്ങൾക്കും എല്ലാം മുതലോട് അത്യാഗ്രഹം കൊണ്ട് ഉള്ള രീതിയിലായിരുന്നു അവരെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം വിവാഹങ്ങളെല്ലാം നടന്നു. ഇപ്പം കൃപാസനത്തിൽ വന്ന് ഇപ്പം 2ാമത്തെ പ്രാവശ്യം പുതുക്കാനാണ് വന്നത്. അപ്പോൾ 1.5 വർഷമായിട്ടും സാക്ഷ്യം പറയാൻ ഇതുവരെ ഒത്തില്ല. ഈ പ്രാവശ്യമാണ് കയറി സാക്ഷ്യം പറയുന്നത്. ഇതെല്ലാം നടത്തി തന്ന കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഇനി വീണ്ടും ഈ കൃപാസനത്തിൽ വന്ന് എല്ലാ പ്രവൃത്തികളും നന്മ പ്രവൃത്തികളും ചെയ്യും. പിന്നെ പേഴ്സണലായിട്ട് പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പേപ്പർ വായിച്ചാൽ പുള്ളിക്കാരിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ പാവപ്പെട്ടവർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ പരിപാടി. എൻ്റെ പേര് ഗ്രേസി എന്നാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞ് ഈ സെപ്റ്റംബർ 23-ാം തീയതി വരുമ്പോൾ 2 വർഷമാകും. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഈ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോഴീ വിവാഹം ആലോചിച്ചപ്പോഴൊക്കെ വീട്ടുകാർക്കും പിന്നെ എനിക്കും തടസ്സങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് അമ്മ മാതാവിന് ഇഷ്ടമാണെങ്കിൽ ഈ വിവാഹം നടത്തി തരാൻ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ വിവാഹം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിൽ വളരെ ഭംഗിയായിട്ട് നടന്നു. ഡാഡിയും മമ്മിയും ബാക്കി സഹോദരങ്ങളും എല്ലാം വലിയ താല്പര്യത്തോടെ ഈ വിവാഹത്തിൽ പങ്കെടുത്തു. ഇപ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് കഴിയുന്നു. പിന്നെ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. 2 വീട്ടിലും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം തീർന്നു. അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഓരോ പ്രാവശ്യവും ഞങ്ങൾ പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവരിപ്പോൾ വളരെ സ്നേഹത്തോടെ ഞങ്ങളെ
കാണുകയും ഞങ്ങൾ അവരെ കാണുകയും ചെയ്യുന്നു. അത് ഈ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ മാത്രം ഫലമാണ്, അല്ലെങ്കിൽ ഈ വിവാഹം നടക്കാനേ സാധ്യതയില്ല. ഞാനിനി ഒരു വിവാഹം കഴിക്കണം, ഹസ്ബൻഡ് മരിച്ചുപോയി, ഞാൻ കഴിക്കണമെന്ന് തീരുമാനിച്ചിട്ടേ ഇല്ലായിരുന്നു. അത് അമ്മ മാതാവിൻ്റെ മാത്രം അതെനിക്ക് പറയാൻ സാധിക്കും. പിന്നെ ഞങ്ങൾക്ക് ഓരോ ചെറിയ ചെറിയ രോഗങ്ങളുണ്ടായിരുന്നു, അതെല്ലാം നല്ല കുറവ് വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല. അപ്പം ഞങ്ങൾ അമ്മ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു ചെറിയ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അടുത്ത് വന്നൊരു വീട് എടുക്കണമെന്ന് തീരുമാനിച്ചു. അപ്പം ബ്രോക്കർ പറഞ്ഞു 5000 രൂപ ഞങ്ങൾക്ക് തരണം, വീടെടുത്ത് തരുവാണെങ്കിൽ വാടക കൊടുക്കുന്ന പൈസ തന്നെ തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിനുള്ള സാധ്യതകൾ അങ്ങനെ കൊടുക്കാനും തോന്നിയില്ല. അപ്പോൾ ഇവിടെ വന്ന് അമ്മ മാതാവിനോട് ചോദിച്ചപ്പോൾ തന്നെ ആ വീടിൻ്റെ ഉടമസ്ഥനെ ഞങ്ങളെ കാണിച്ച് തന്നു, ഞങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തി. ആ മനുഷ്യന് ഞങ്ങൾക്ക് അമ്മ മാതാവ് പറഞ്ഞു തന്നു, ഈ മനുഷ്യൻ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ബ്രോക്കറൊന്നും വേണ്ട, നേരിട്ട് വീട് എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ നേരിട്ട് വീട് തൊട്ടടുത്ത് 5 മിനിറ്റ് നടന്നാൽ മതി. എല്ലാ ദിവസവും ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന നടത്തുകയും പ്രാർത്ഥിക്കുകയും ഗ്രോട്ടയിൽ വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യാനും അമ്മ മാതാവ് അനുവദിച്ചിട്ടുണ്ട്. വളരെ ഹാപ്പിയായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ സ്നേഹമന്ദിരത്തിൽ പോയി ഞാൻ അവരുടെ തുണികൾ കഴുകി കൊടുക്കുകയും പിന്നെ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും പൈസ കൊടുക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് 2 പ്രായമുള്ള വിധവകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറേ കാലമായിട്ട് സ്ഥിരം ഞങ്ങളുടെ വീട്ടിൽ വരും, ഞങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പം സന്തോഷത്തോടെ അവർക്ക് സേവനം ചെയ്യുവാനും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ബാക്കി എല്ലാ സ്നേഹത്തോടെ ഞാനും എൻ്റെ ഹസ്ബൻഡ് കൂടുതൽ സ്നേഹത്തോടെ ഈ വിധവകളോട് എല്ലാം നല്ല ഇതായിട്ട് പെരുമാറി അവർക്കെല്ലാം ചെയ്തു കൊടുക്കാൻ ഇഷ്ടമാണ്. പിന്നെ കൊച്ചുനാളിൽ തൊട്ട് 5 വയസ്സിൽ തൊട്ട് കഷ്ടപ്പെട്ട് ഒത്തിരി അധ്വാനിച്ചാണ് ഹസ്ബൻഡ്. അപ്പോൾ ആര് വന്നാലും എൻ്റെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തേക്കാം, എനിക്കതിന് പ്രതിഫലമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ ഈ കാര്യത്തിലും പിന്നെ എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായി മരിച്ചു പോയത് അവർ പെങ്കൊച്ച്. അപ്പോൾ തന്നെ ആവുമല്ലോ, ഒരു വിധവയാവുമല്ലോ, എൻ്റെ ഒരു അച്ഛൻ്റെ ഭാര്യയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് താല്പര്യമെടുത്ത് ഈ വിവാഹം നടത്തിയത്. അങ്ങനെ ഞങ്ങൾ ഈ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങളിന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ടായപ്പോഴും ചിലപ്പോൾ വേർപെട്ട് മാറിപ്പോയേക്കാവുന്ന വരെ വന്നിട്ടാണ്. അപ്പോഴും വേഗം തന്നെ പ്രത്യക്ഷ പ്രാർത്ഥന എടുത്ത് ചെല്ലും. ഞാൻ ഏത് കാര്യത്തിനും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എടുത്ത് ചെല്ലി കഴിയുമ്പോൾ ഹസ്ബൻഡ് ഇച്ചിരി താമസിച്ചാലും ഞാൻ തന്നെ വീട്ടിലുള്ളൂ. അപ്പം ഞാൻ ഇന്ന് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെ അറിയാം, അതിരുന്ന് ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് വന്നു കഴിഞ്ഞു. അതെനിക്ക് ഈ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. എനിക്ക് വേറെ ഒന്നിനോടും താല്പര്യമില്ല, ഈ ആലയത്തിൽ വരുന്ന പ്രാർത്ഥിക്കുന്നതിനോടാണ് ഞങ്ങൾക്ക് 2 പേർക്കും ഏറ്റവും താല്പര്യമുള്ളത്. പിന്നെ കാരുണ്യപ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്കുള്ള നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിരുന്നു, അതുകൊണ്ട് മറ്റുള്ളവർക്കുള്ള മുറിവുകൾ വെച്ച് കെട്ടി കൊടുക്കുന്നതിനും ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോയി ആ ജോലി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനും എനിക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു തന്ന പിന്നെ 25 വർഷക്കാലം കല്യാണം നടക്കാതിരുന്നിട്ട് പല പെണ്ണുങ്ങളെ എൻ്റെ ഹസ്ബൻഡ് ഞാനും കൂടെ ആലോചിച്ചിട്ടും പോലും നടന്നിട്ടില്ല. അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് അമ്മ മാതാവ് നടത്തി തന്നതിന് ഓർത്ത് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനിയും ഇവിടെ വന്ന് ഞങ്ങൾക്ക് വീണ്ടും സാക്ഷ്യങ്ങൾ പറയാൻ ഇനിയുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അമ്മ മാതാവ് നടത്തി തരുമെന്ന് മനസ്സിൽ ഞങ്ങൾക്കുണ്ട്. അത് നടന്നു വന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള അവസരം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സാക്ഷ്യം നിർത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, അമ്മ മാതാവിന് 1000 നന്ദി. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവേൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വചനമാണ്. ഉടമ്പടി ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു വിളിയാണ്. ശരത്കാല വൃഷ്ടി ദൈവത്തിൻ്റെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. ഉടമ്പടിയിലൂടെ വിശ്വാസ ജീവിതത്തിലേക്കുള്ള ആ വഴി തുറന്നു തരുമ്പോൾ ഉടമ്പടി മക്കൾ നിബന്ധനകളനുസരിച്ച് ഉടമ്പടി ജീവിതം പാലിക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തിൽ വരണ്ട ഭൂമിയെ അനുഗ്രഹത്തിൻ്റെ ഒരു നിലമാക്കി മാറ്റുകയാണ് ഈശോയും അമ്മയും കൂടി. ഒരുപക്ഷേ നമ്മൾ പലരും വരണ്ട ദിനങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാവാം. ജോലിയില്ലായ്മയും വിവാഹം നിശ്ചയിച്ചിട്ടും നടക്കാത്തവരും വിവാഹത്തിന് പാർട്ട്ണറെ കിട്ടാത്തവരും നിരാശപ്പെട്ട് ഡൈവോഴ്സ് കേസിലിരിക്കുന്നവരും ഒക്കെ ആവാം. ആ വരണ്ട ഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് സന്തോഷിക്കാം. കാരണം എന്നെങ്കിലും നമ്മളുടെ ഭാഗത്തു നിന്നൊരു യു ടേൺ വരികയാണെങ്കിൽ ഈശോയിലും അമ്മയിലേക്കും തിരിഞ്ഞ് ഒരാത്മീയ വിശുദ്ധിയ ഉള്ള ഒരു ജീവിതമാർഗം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉടമ്പടി തീഷ്ണതയുടെ വിശ്വസ്തയോടെ നയിക്കുമ്പോൾ ഈശോയും അമ്മയും പുതിയ വാതിൽ, പുതിയ ജീവിതം, പുതിയ വിശ്വാസത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും നല്ലൊരു ജീവിതമാർഗം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നപ്പോൾ, ഉടമ്പടിയിലെ നിബന്ധന അനുസരിച്ച് പാലിച്ചപ്പോൾ ഈ മകന് ഒരു പുതിയ ജീവിതമാണ് ഈശോയും അമ്മയും കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൽ വിശ്വസിച്ച് ഉടമ്പടിയിൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കൃപയുടെ വൃഷ്ടി നൽകുവാനായിട്ട് ഈശോയ്ക്കും അമ്മയ്ക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് തന്നെയുമല്ല, സഹോദരങ്ങളുമായിട്ട് 2 ഫാമിലികളുമായിട്ട് രമ്യതയിലല്ലായിരുന്നു വിവാഹത്തിന് മുമ്പ്. പക്ഷെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടമ്പടിയിൽ വന്ന ഒരു വലിയൊരു മാറ്റമാണ് സഹോദരങ്ങളുമായി രമ്യപ്പെടാൻ സാധിക്കുകയും സ്നേഹത്തോടെ സഹോദരങ്ങളുടെ കൂടെ ഒന്നിച്ച് രമ്യതയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബത്തിൽ കൂടുതൽ ആഹ്ലാദത്തിൻ്റെ ദിനങ്ങളാണിപ്പോൾ. അതും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരിക്കും. യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ കൂടെയുള്ളത്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വരണ്ട ദിനങ്ങൾ സമർപ്പിക്കാം. ആ വരണ്ട ദിനങ്ങളിൽ ശരത്കാല വൃഷ്ടിക്കായി നമുക്കും കാത്തിരിക്കാം. നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹത്തിൻ്റെ മഴയ്ക്കായി, ആ വൃഷ്ടിക്കായി കാത്തിരിക്കാം. ബിനോയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.